السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏത് ആഘോഷങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം ആരാധനയുടെ മണമുള്ള, ആരാധനയുടെ രുചിയുള്ള, ആരാധനയുടെ കലർപ്പുള്ളതായിരിക്കണം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നതല്ല ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ വലിയ വിഷമത്തിലും പ്രയാസത്തിലുമാണ്, വളരെ ദുഃഖത്തിലാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കാനിരിക്കുന്നത്. ഈ സമയത്ത് ബലിപെരുന്നാൾ നൽകുന്ന പാഠം അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ത്യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും സന്ദേശമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ ഭാര്യയാകുന്ന ഹാജറ ബീവിയും അതുപോലെ അവിടുത്തെ പൊന്നോമന മകനായിരുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയും നമുക്ക് ഈ ബലിപെരുന്നാളിന് അയവിറക്കാനുള്ളത്. ഒരുപാട് വർഷക്കാലം മക്കളില്ലാതെ പ്രയാസപ്പെട്ട് വാർദ്ധക്യ സഹജമായ അവസരങ്ങളിലും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് അവസാനമായി അള്ളാഹു തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടുകൂടി പോറ്റി വളർത്തി എല്ലാ സമയങ്ങളിലും ഉപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈപിടിച്ച് കളിച്ചും ചിരിച്ചും നടന്നും ഓടിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. തൻ്റെ പൊന്നോമന മകനെ ബലി അറുക്കണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പന വരുന്നത്. പക്ഷേ ആ കൽപ്പന വന്നപ്പോഴും ഒട്ടും തന്നെ വിഷമം പ്രകടിപ്പിക്കാതെ, കുണ്ഠിതപ്പെടാതെ, തെല്ലും വെറുപ്പ് പ്രകടിപ്പിക്കാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെയും കൊണ്ട് ബലി അറുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ചരിത്രം വളരെ വിശാലമാണ്. അത്രയും ത്യാഗപൂർണമായ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത്, ആ കൽപ്പിച്ചത് അപ്പടി ജീവിതത്തിൽ കൊണ്ടുവരിക. അതിനെ ഒട്ടും തന്നെ വിഷമിക്കാതെ, പ്രയാസം പ്രകടിപ്പിക്കാതെ അത് സ്വീകരിക്കുക എന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളോളം നിരന്തരമായി ദുആ ചെയ്ത് അവസാനമായി കിട്ടിയ കുഞ്ഞിനെ അറുക്കണമെന്നുള്ള കൽപ്പന വന്നപ്പോഴും അതിലൊരു വിഷമവും പ്രകടിപ്പിക്കാതെ ആ കൽപ്പന ശിരസാവഹിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന് വരുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊക്കെ ഈ സമയത്ത് ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊക്കെ ത്യാഗത്തോടുകൂടി, അർപ്പണബോധത്തോടുകൂടി നാം ഒക്കെ സഹിച്ചേ മതിയാകൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ സംഭവത്തിൽ നിന്ന് നമ്മെ അതാണ് പഠിപ്പിക്കേണ്ടത്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അമിതമായി സന്തോഷിക്കുന്നത് ഉചിതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ, അള്ളാഹുവിൻ്റെ വിധി എന്താണോ, ആ വിധിയെ പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ചിരിക്കാറില്ല എന്നാണ്. ഒരവസരത്തിലും മഹാനവറുകൾ ചിരിക്കാറില്ല. അതേസമയം മഹാനവറുകളുടെ ഒരു മകൻ മരണപ്പെട്ടു. ആ സമയത്ത് ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു വല്ലാതെ ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് കൂടെയുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, ഓ ഫുദൈൽ ബിൻ ഇയാദ് തങ്ങളെ, നിങ്ങളെന്താണ് ഇപ്പോഴിങ്ങനെ ചിരിക്കുന്നത്? നിങ്ങൾ ചിരിക്കുന്നത് ഞങ്ങൾ കാണാറില്ലല്ലോ, പക്ഷേ ഇപ്പോൾ അങ്ങയുടെ മകൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ചിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അഹബ്ബല്ലാഹു അംറൻ ഫഉഹിബ്ബുഹു.
അല്ലാഹു തആല ഒരു കാര്യത്തിനെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാനും അതിനെ ഇഷ്ടപ്പെടുന്നു. അഥവാ എൻ്റെ മകനെ അല്ലാഹു തആല പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോവാനാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടത്. അല്ലാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അവനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ഞാൻ എന്തിനു ദുഃഖിക്കണം? ഞാനും അതിൽ സന്തോഷിക്കട്ടെ. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുക, ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ദുഃഖത്തോടുകൂടി കഴിയുന്ന സമയം നമ്മൾ അവരോടൊന്നിച്ച് അവർക്ക് പ്രാർത്ഥനയിൽ ഒരാശ്വാസം നൽകി അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ സിറ്റി ഇസ്ഖ്തി റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ ആ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണത്? മഹാനായ സിറ്റി ഇസ്ഖ്തി റളിയല്ലാഹു അൻഹു 30 വർഷത്തോളം ഒരു ചെറിയ കാര്യത്തെ ആലോചിച്ചുകൊണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചിരുന്നു, പാപമോചനം തേടിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു ആ സംഭവം? 30 വർഷം മുമ്പ് അവരുടെ നാട്ടിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ എല്ലാ ആളുകളുടെ കടകളും നശിച്ചു പോയി. തീ കത്തി ചാമ്പലായിപ്പോയി. പക്ഷേ മഹാനവറുകളുടെ കട മാത്രം കത്തിയിട്ടില്ല. ഈ വിവരം ഒരു മനുഷ്യൻ വന്നുകൊണ്ട് സിരി ഇസ്ഖ്തി റളിയല്ലാഹുവിനോട് പറയുന്നു. ഉടനെ സിരി ഇസ്ഖ്തി റളിയല്ലാഹു അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറഞ്ഞുപോയി. അത് നാം പറഞ്ഞു പോകുന്നതാണ്. മഹാനവറുകളും പറഞ്ഞു അൽഹംദുലില്ലാഹ്. മറ്റുള്ളവരുടെ കടകളൊക്കെ കത്തിയല്ലോ, എൻ്റെ കട കത്തിയിട്ടില്ലല്ലോ എന്നതിലാണ് സന്തോഷിച്ചുകൊണ്ട് മഹാനവറുകൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. പിന്നീടാണ് മഹാനവറുകൾ ആലോചിച്ചത്, മറ്റുള്ള ആളുകളുടെ കടകളൊക്കെ കത്തി അവർ വലിയ ദുഃഖത്തിലായിരിക്കുമ്പോൾ, അവർ വിഷമത്തിലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിച്ച് ഹംദ് പറയും? ഞാൻ ആ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനവറുകൾ 30 വർഷത്തോളം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയ്തു പോയ ഒരു തെറ്റാണ് എന്ന് മഹാനവറുകൾ കരുതി അതിനുവേണ്ടി പാപമോചനം നടത്തിയെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ബലിപെരുന്നാളിൻ്റെ സമയത്ത് നമ്മളെല്ലാവരെയും കാണുക, എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഉൾപ്പെടുത്തുക. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരും രക്ഷപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ആഘോഷങ്ങളിൽ അതിരുവിടാതിരിക്കുക. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ബലിപെരുന്നാളിൽ പ്രത്യേകമായി നമുക്ക് ചെയ്യാനുള്ള പ്രത്യേകമായ തക്ബീറുകൾ അത് നാം വർദ്ധിപ്പിക്കുക. തക്ബീറുകൾ 3 രീതിയിൽ ഈ ദുൽഹിജ്ജ മാസത്തിലുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബലി അറുക്കാൻ പാകത്തിലുള്ള, അതിന് പറ്റുന്ന, അതിന് യോഗ്യമായ മൃഗങ്ങളെ അഥവാ ആട്, മാട്, ഒട്ടകങ്ങളെ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ കരച്ചിൽ കേൾക്കുകയോ ചെയ്താൽ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിനിടയിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. മറ്റൊന്ന്, അറഫാ ദിവസത്തിലുള്ള സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാളിൻ്റെ ദിവസം ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നത് വരെ ഉള്ള സമയത്ത് തക്ബീർ ചൊല്ലുക. നിരന്തരമായി തക്ബീർ ചൊല്ലുക, എല്ലാ സമയത്തും തക്ബീർ ചൊല്ലുക. അതുപോലെ മറ്റൊന്നാണ്, അറഫാ ദിവസത്തിലെ സുബഹി മുതൽ അയ്യാമുത്ത ശരീക്കിലെ അവസാനത്തെ ദിവസത്തിലുള്ള ആസർ നിസ്കാരം വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ഉടനെയും തക്ബീർ ചൊല്ലുക. ആ തക്ബീർ പ്രത്യേകം സുന്നത്തുള്ള തക്ബീറുകളാണ്. അപ്പം ഈ രീതിയിൽ പെരുന്നാൾ ദിവസങ്ങളിലും അതുപോലെ അതിൻ്റെ തൊട്ടു ശേഷമുള്ള ദിവസങ്ങളിലുമുള്ള നല്ല സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക. വീണ്ടും നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇസ്ലാമിക ചുറ്റുപാടിൽ ആരാധനാ മണമുള്ള, ആരാധനാ രുചിയുള്ള, ആരാധനാ കലർപ്പുള്ള ആഘോഷങ്ങളാക്കി മാറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.